അതെ, കല്യാൺ സിൽക്സിൽ ആഡി സെയിൽ തുടങ്ങി പങ്കാളിയെ. പക്ഷെ റിയൽ ആഡി സെയിൽ എവിടെയാണെന്ന് അറിയാമോ? കല്യാൺ സിൽക്സിൽ. അത് പോത്തീസിൽ മാത്രം. കല്യാൺ സിൽക്സിൽ പോത്തീസ. പക്ഷെ കല്യാൺ സിൽക്സിൽ കളക്ഷൻ 4 ഇരട്ടിയാണ്. ജെനുവിൻ ഡിസ്കൗണ്ട് നൽകുന്നത് പോത്തീസ് മാത്രം. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. ഭാരതി ടീം ഭാവിയെ പടുത്തു. നന്നായിട്ട് കുലുങ്ങുന്നില്ലല്ലോ. ഗുജറാത്തിലോട്ട് ചെല്ല്, നല്ലോണം കുലുങ്ങും. 5 രൂപ കുറച്ച് കൂടുതല, 2 രൂപ പോരെ. വേഷം രാജാവിന്റെയും സ്വഭാവം പിച്ചക്കാരന്റെയും. എന്തോരം തേങ്ങിയിരിക്കണം, ഒരെണ്ണം വെറുതെ. ഇതെന്താ രാജാവ്? കംപ്ലീറ്റ് ബുക്ക്. എടാ നാത്തതിന്റെ അച്ഛൻ തന്തയ്ക്ക് പറഞ്ഞോടാ. പിന്നെ തന്തയുടെ പേര് പറഞ്ഞ എന്ത് പറയും? ഞാൻ ആരാന്നറിയാവോ? ദൈവമൊന്നുമല്ലല്ലോ. കരിമ്പായുടെ ആളാ. ആനയെ പേടിക്കാം, ആന പിണ്ടത്തെ പേടിക്കാൻ പറ്റില്ല. നിന്നെ ഞാൻ എടുത്തോളാം, എടുക്കണ്ട, ഞാൻ നടന്നോളാം. മതി അതുകൊണ്ടാണ് തക്കാളി കഴിക്കുന്നത് ഹൃദയത്തിന് നല്ലത് പറയുന്നത്. അതുപോലെ ഈ ബീൻസില്ലേ, അതിനകത്തുള്ള മണിക്ക അത് വന്ന് കിഡ്നി പോലെ ഇരിക്കും. അതുകൊണ്ടാണ് പഴമക്കാര് പറയുന്നത് ബീൻസ് കഴിക്കുന്നത് കിഡ്നിക്ക് നല്ലതാണെന്ന്. ഓ അപ്പോ ഇതെന്തിനുള്ളതാണ്? അത് പടവലങ്ങ ഞാൻ ഒരെണ്ണം മേടിക്കും, പടവലെങ്കിലും തൂങ്ങട്ടെ. ട്രാൻസ്ഫോർമേഷൻ അത് പ്രകൃതിയുടെ നിയമമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരുന്തുകൾ. പരുന്തുകൾ സാധാരണ 70 വർഷം വരെ ജീവിക്കും. പക്ഷെ 40ാമത്തെ വയസ്സിൽ പരുന്തിന്റെ കൊക്കിന്റെ മൂർച്ച പോവും, തൂവലുകൾക്ക് ഭാരം കൂടും, കാൽനഖത്തിന്റെ ശക്തി നഷ്ടപ്പെടും, അവസാനം ഇരയെ പിടിക്കാൻ പറ്റാതെയാവും. ഇനി പരുന്തിനെ സംബന്ധിച്ച് 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നെങ്കിൽ സാധാരണ പോലെ ജീവിച്ച് മരണത്തിന് കീഴടങ്ങുക, അല്ലെങ്കിൽ സ്വയം ട്രാൻസ്ഫോം ചെയ്യുക. ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ പോയി ഒറ്റയ്ക്കിരുന്നിട്ട് സ്വന്തം കൊക്ക് കല്ലിലിടിച്ച് കഷ്ണമാക്കുക. എന്നിട്ട് കൊക്ക് തിരിച്ചു വളരാൻ കാത്തിരിക്കുക. കൊക്ക് വളർന്ന ശേഷം സ്വന്തം കാൽനഖവും തൂവലുകളും പറിച്ചെടുക്കുക. തൂവലും കാൽനഖവും കൊക്കും തിരിച്ചു വളരുന്നത് വരെ ഒറ്റയ്ക്ക് പോയിരിക്കുക. ഇതൊരു പെയിൻഫുൾ പ്രോസസ്സാണ്. പട്ടിണിയും വേദനയും സഹിക്കേണ്ടി വരുന്ന ഒരു പെയിൻഫുൾ പ്രോസസ്സ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ കൊക്കും കാൽനഖവും തൂവലുകളും തിരികെ വളരും. തിരികെ വളർന്ന ശേഷം ഈ പരുന്ത് 70 വർഷം വരെ ജീവിക്കും, ആകാശത്തിന്റെ രാജാവായിട്ട്. നിങ്ങൾക്കും ഒരു പരുന്തിനെ പോലെ പോരാടി സ്വന്തം ജീവിതം ട്രാൻസ്ഫോം ചെയ്യും. എനിക്ക് രോമാഞ്ചൊക്കെ വന്നു കേട്ടാ. എന്തൊരു സൗണ്ടാണത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചാർജ് ആയി സത്യം. പിന്നെ അല്ലാതെ ഞാൻ ഇന്ന് ഉച്ചതൊട്ടെന്റെ സമാധാനം പോയി ജോക്കി. എന്റെ ഈ ലൈവ് കേറ് ഉച്ച തൊട്ടും നാട്ടുകാരും മൊത്തം ഇതിനകത്തെ മെൻഷൻ ചെയ്ത് എന്റെ വീട്ടുകാരും നാട്ടുകാരും നിന്റെ അച്ഛൻ കളിച്ചത് ഇത് ഇഷ്ടപ്പെട്ടോ? ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതണ്ണന്ന് ഗ്രൂപ്പിലിട്ടല്ലേ അണ്ണൻ കളിച്ചതെന്ന് പറഞ്ഞു. അതെ 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 അതെ. ഇപ്പൊ നീ ഇതിന്റെ ബാക്കി കൂടെ പാസ് ചെയ്യും, നോക്കിയോ. The dragon has 3 heads. One to be a murderer, who will unleash death. One to be a
monarch whose crown will weigh heavy, and one to be mad whose ideas will change history. കഴുതകളി അതായത് ചീട്ട് കളി. ഞാൻ പള്ളിയിലൊക്കെ പോലെയാണ്, എനിക്ക് ധാരാളമാണ്. ഇത് ചീട്ടുകളി ഇല്ല, കഴുതകളിയാ. ഇതില് എല്ലാ ആസും ക്യൂവും ഇതിൽ ഞാൻ എങ്ങനെ കളിക്കാതിട്ട് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. കേക്ക് എനിക്കാടാ, ഞാൻ കളിച്ചോളാം. നിന്റെ ഷഫ്ലിംഗ് ഇട്ട് കണ്ടപ്പോ എനിക്കറിയാം ഞാൻ കളിക്കുന്നില്ല. എനിക്ക് ഞാൻ ഇടാം. നീയൊക്കെ തോട്ടെ. അതിനെ കഴുത ഹാഷർ മരിക്കണം. ആസുള്ളവനൊക്കെ കളി തുടങ്ങും. എടുത്തോണ്ട് പോടാ. താങ്ക് യു. കഴുത ഹാഷർ കളിക്കോ? ഏത് കഴുത? അല്ല കഴുത കളി. ഇവനെ പിടിപ്പിക്കാം, ഒന്ന് കാത്തിറക്കാം. നീ എന്നെ പിടിപ്പിക്കാൻ നോക്കുന്നല്ലേ? എന്നാ അതിന്ന് താഴെ വരണേ. അളിയെന്നെ കാണുമല്ലേ അളിയാ? മണ്ടക്കിട്ട് കിട്ടി വിട്ടു. കഴുത കളിക്കുന്നതൊക്കെ അറിയത്തുള്ളൂ. കള്ളക്കളി കളിക്കാൻ അവിടെ വന്നിരിക്കുന്നത്. ഇത് ഒന്നുമില്ല ഇവന്റെ ഇതില് ഞാൻ പിടിപ്പിക്കും. കഴുത ഹാഷിറിന്റെ കളി ഉമ്മരൊക്കെ കാണാൻ പോണേ ഉള്ളൂ. അടുത്ത വെട്ട്. അടുത്തോ അവനുള്ള അളിയനങ്ങ് മേടിച്ചു. എപ്പോഴും എനിക്ക് തന്നെ ഇത് നിങ്ങൾ ഒത്തുകളിയാ. ടീമായിട്ട് ചേർന്ന് വെട്ടുവിനായനെ അങ്ങ് പുറത്താക്കിയാലോ? നീ കാർഡും കൂടെ മേടിച്ചിട്ട് അവനോട് കളി. വെട്ട് വേണോ? ഞാൻ പോണ്ടാ, എനിക്ക് ഞാൻ മടുത്തറ. ഇവൻ പോയി അങ്ങനെ കഴുത വിളിക്കുന്ന ആര്? അത് ശരിയാണെങ്കിൽ നീ വിട്ടോ, ഞാനും വെട്ടുവിനായും കൂടെ കളിക്കാം. ആ സേതുക്ക് ഇങ്ങനെ പറഞ്ഞോ, നിന്നോട് എന്താ കളിക്കാൻ? നീ വിട്ടോ, പേടിച്ചാവട്ടെ. കഴുത കളിച്ചൊരു ഫ്ലോയില് വന്നു തരും. എത്ര വെട്ടാണ് ഞാൻ വെട്ടിയത്, സൂപ്പറായിട്ട് ജയിച്ചു തന്നെ. ഞാൻ പോണ്ടാ. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? താങ്കൾക്ക് പോർട്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിനെ ഏത് എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് അവിടെ പോർട്രേ? എന്റെ ഹെഡ്സെറ്റിന്റെ ഒരു സൈഡ് പോകാണോ? നിങ്ങൾക്ക് അങ്ങനെയാണോ? ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. അതെന്തിനാണെന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റീസൺസ്, അല്ലെങ്കിൽ ഏത് രീതിയിലും നിങ്ങൾക്ക് അവിടെ ആക്ട് ചെയ്യാം. 2 minutes to think, maximum 5 minutes. എന്റെ പൊന്നോ, നിങ്ങളൊരു അടിപൊളി യൂസ്ഡ് വണ്ടി നോക്കുന്നുണ്ടോ? ബെസ്റ്റ് ഡീലുകൾ എവിടെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഏറ്റവും വലിയ ഹൈലൈറ്റ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പോ എങ്ങനെ ഈ ഗ്രൂപ്പിൽ കയറി പറ്റാം? ഞാൻ പറയാം, വളരെ എളുപ്പമാണ്. അവരുടെ ഒരു എക്സ്ക്ലൂസീവ് വാട്സ്ആപ്പ് ചാനലുണ്ട്. എല്ലാ കിഡിലൻ ഡീലുകളും അതിലാണ് ആദ്യം വരുന്നത്. ജോയിൻ ചെയ്യാൻ എളുപ്പമാണ്. താഴെ കമന്റിലും ആ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഇനി വെറുതെ സമയം കളയുന്നോ അതോ ഡയറക്റ്റ് ഡീൽസ് വേണോ? മിസ് ചെയ്യരുത്. ഇനി ഒട്ടും വൈകണ്ട. നിങ്ങളുടെ വണ്ടി വേറെ ആരെങ്കിലും കൊണ്ടുപോകും മുൻപ് ആ ലിങ്കിൽ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യൂ.